ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും റോയിയെ കുറിച്ചുള്ളതാണ്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അയ്യോ മരിച്ചവരെ കുറിച്ച് മോശം പറയല്ലേ എന്ന് പറയരുത്. കാരണം എനിക്കും അദ്ദേഹത്തോട് നല്ലൊരു ബഹുമാനവും ഇഷ്ടവും ലാലേട്ടനെയൊക്കെ പോലെ ഇഷ്ടമുള്ള, കാരണം റിവ്യൂ ചെയ്ത ആളാണ് ഞാനും ബിഗ് ബോസിന്റെ. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്, അല്ലെ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സ്പോൺസറായിട്ടും എല്ലാം കാണുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലത്തെ ഒരു ഇഷ്ടമുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് മോശം പറഞ്ഞൊരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങനെ കുറെ നമുക്ക് തോന്നുന്ന കുറെ തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലെ അങ്ങേരുടെ സ്വകാര്യതയൊക്കെ വിളിച്ചു വിടുമ്പോൾ ആ ഒരു ഇതില്ല. ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട് എനിക്ക്. കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് സ്വന്തമായ പുള്ളിയെ ആദായ നികുതി വകുപ്പുകാർ വെടിവെച്ച് കൊന്നു. അതൊരു വിട്ടിത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ഒരാളെ കൊല്ലുക. ഇവർ ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവരവിടെ റെയ്ഡിനടുത്ത് അദ്ദേഹത്തെ തകർക്കാനോ അങ്ങനെയുള്ള ഉദ്ദേശം വല്ലതും വരാം, തകർക്കാനും ഒക്കെ ആയിട്ട് പല രാഷ്ട്രീയ പാർട്ടിയുടെ അതൊക്കെ വേണേൽ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ വെടിവെച്ചൊക്കെ ഇത്രയും വലിയൊരു മനുഷ്യനാന്ന് ഓർക്കണം. ഇത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ചെന്ന് കേവലം ഒരു ഉദ്യോഗസ്ഥൻ വെടിവെച്ച് ആരെങ്കിലും വെടിവെച്ച് വന്നാൽ അയാളുടെ കുടുംബം അനാഥായ അയാൾ ജയിലിൽ പോയി കിടക്കല്ലേ. കാരണം അത് പരസ്യമായ ഒരു ഇതാണ്. അല്ലാതെ അവിടെ ക്യാമറയും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ കയറി രഹസ്യമായിട്ട് വെടിവെക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആകെ ഒന്ന് ചെയ്യായിരുന്നു, ബോഡിയൊക്കെ ഇവര് അതിന് മുന്നേ തന്നെ എല്ലാവരും പരിശോധിക്കണം, എന്തെല്ലാം സാധനങ്ങൾ കയ്യിലുണ്ടെന്നൊക്കെ പരിശോധിക്കണം. അത് ഇവര് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടങ്ങാണ്ടാണ് ഇല്ലാതായത്. പിന്നെ അമ്മയെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു, അപ്പൊ ഇവർ അനുവദിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുറ്റവും ഇല്ല, ഒന്നും ചെയ്യാതെ നിന്നിട്ട് വെറുതെ ഇവര് കയറി അപമാനിച്ചു. ആ അപമാനിച്ചതിന്റെ പേരിൽ ദുരഭിമാനിയായ മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ റെയ്ഡ് ഇത് കള്ളപ്പണത്തിന്റെ ഹവാല ഇടപാടിന്റെ എന്തൊക്കെയോ പരിപാടിയുണ്ട്, നമുക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അവര് അത് ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞിരുന്നു എന്നുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ട് പറയുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥര് ഇത് പണിയാകും സാറേ എന്നുള്ള രീതിക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഹവാലയാണ് പിടിക്കുന്നതെങ്കിൽ, കള്ളപ്പണമാണ് പിടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അറസ്റ്റ് ഉണ്ടാവും, ഒരു കാരണവശാലും ജാമ്യം കിട്ടത്തൂല. അപ്പൊ നമ്മളുടെ മുന്നിൽ അത്രയ്ക്ക് ആഡംബരവും കാണിച്ച് അത്രയ്ക്ക് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ജയിലിൽ പോയാൽ നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് പകരം അന്ന് എന്തായിരിക്കും ചെയ്യുക? വെണ്ടയ്ക്ക അക്ഷരത്തിൽ തമ്പനയിലിട്ടിട്ട് ആൾക്കാരോ യൂറോയി അകത്ത് എന്നും പറഞ്ഞു കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യില്ലേ? അതായിരിക്കാം ഒരുപക്ഷെ അഭിമാനം കൊണ്ട് അത് ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് ഇവർ മുന്നറിയിപ്പ് കൊടുത്തു കാണും. മാനസികമായിട്ട് ഇവർ തകർത്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇനിയൊന്നും നടക്കുന്നത്. അതോടൊപ്പം ഞാൻ സോഷ്യൽ മീഡിയ കണ്ട വീഡിയോ മാത്രമാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ പൊടുപ്പും തൊമ്മുങ്ങലൊന്നും വെച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് അത്ര ആഴത്തിലിറങ്ങിയുള്ളതല്ല. സോഷ്യൽ മീഡിയ കാണുന്നത് കേൾക്കുക, ആര് പറയുന്നത് എന്നുള്ളതൊക്കെ അവനവന്റെ ബുദ്ധി അനുസരിച്ച് ആര് പറയുന്നത് ശരി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ മരിച്ചുപോയ ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാന്ന് ഓർക്കരുത്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പോൾ ഒരു തുറക്കാത്ത വാതിൽ എന്നൊക്കെ പറയുന്ന പോലെ തുറക്കാത്ത ഒരു ലോക്കർ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് വലിയ വലിയ കേസുകെട്ടുകളാണ്. മാത്രമല്ല 2 മാസം മുമ്പ് റോയിയുടെ സ്ഥാപനത്തിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ടി എ ജോസഫിനെ ഇൻകം ടാക്സ് ചോദ്യം ചെയ്തിരുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ചില ലോക്കറുകൾ മുദ്ര വെച്ചു, സീൽ ചെയ്തു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ബാംഗ്ലൂരിൽ നടന്ന ഈ റെയ്ഡിന് ഇൻകം ടാക്സിൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസർമാരെ അല്ല നിയോഗിച്ചത്. കാരണം ബാംഗ്ലൂരിലെ ഓഫീസർമാർക്ക് ഒരുപക്ഷെ റോയിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചില വിവരങ്ങൾ ചോർന്നു പോകുമോ എന്നുള്ള സംശയം കൊണ്ട് ഇൻകം ടാക്സിൻ്റെ കേരളത്തിലുള്ള അഡീഷണൽ കമ്മീഷണറായ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റെയ്ഡിന് പോയത്. മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ അവർ ദുബായിൽ നിന്ന് റോയിയെ വിളിച്ചു വരുത്തുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ലോക്കർ തുറക്കാൻ, മുദ്ര വെച്ചിരിക്കുന്ന ലോക്കർ തുറക്കാൻ വേണ്ടിയിട്ട് റോയിയെ വിളിച്ചു വരുത്തുന്നു. ഏതാണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 12 മണിക്കാണ് ഇൻകം ടാക്സിൻ്റെ സംഘം റോയിയുടെ ഓഫീസിലെത്തുന്നത്. 2 മണിക്ക് റോയി അവിടെയുണ്ട്. റോയി ഓഫീസിലൂടെ നടക്കുന്നു. 2:03 ചില രേഖകളിൽ ഒപ്പിടാൻ ഇൻകം ടാക്സിൻ്റെ ഓഫീസർമാർ റോയിയോട് ആവശ്യപ്പെടുന്നു. 2 മണി 3 മിനിറ്റ്. 3 മണിയായപ്പോൾ റോയി പെട്ടെന്ന് പറയുന്നു എനിക്കെൻ്റെ ക്യാബിനിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് റോയിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ക്യാബിനിലേക്ക് പോകാൻ റോയി തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ചില രേഖകൾ എടുത്തു തരാമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കർ തുറക്കാനുള്ള കീ എടുക്കാനാണോ? ഏതായാലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആളുകളുടെ വേറെ ബോട്ട് സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് ക്യാബിനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ
അവർ കൂടി താല്പര്യമുള്ള എന്തോ കാര്യം എടുക്കാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോയി അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ലോക്കർ തുറക്കാൻ ഇപ്പോഴും ലോക്കർ തുറന്നിട്ടില്ല. അങ്ങനെ ഇൻകം ടാക്സിൻ്റെ അനുമതിയോടെ 3 മണിക്ക് ക്യാബിനിലേക്ക് പോകുന്ന റോയി 3:10 തോക്കെടുത്ത് സ്വന്തം പിസ്റ്റൾ എടുത്ത് വെടിവെക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ബാംഗ്ലൂരുള്ള ഇൻകം ടാക്സുകാർ പരിശോധിച്ചാൽ അവിടെ സ്വാധീനം ചെലുത്താൻ പറ്റും, അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവരിതിനെ ആ ഒരു വസ്തുവിടെ കണ്ടമാനം ന്യായീകരിച്ച് പോകുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ആ ലോക്കർ തുറന്നാൽ അതിൻ്റെ ഉള്ളിലെ വിവരങ്ങൾ അറിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് മുന്നോട്ടൊരടി വെക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കുന്നതിൽ ഭേദം സ്വയം ഇല്ലാതാകുന്നതാണ് എന്ന് തോന്നിയിട്ടാണ് ഇത് ചെയ്ത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ അതിനു മുന്നേ സോഷ്യൽ മീഡിയ അറിഞ്ഞത് അമ്മയെ ഫോൺ ചെയ്യണമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയെന്നുള്ളതാണ്. നമ്മൾ പിന്നെ സിനിമയിലെ സാധാരണ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോഴേ ഈ റെയ്ഡിനൊപ്പം ഇവർ മാത്രമല്ലല്ലോ, പോലീസുകാരെയും കൂടെ കാണാറില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ് തോന്നുന്നത്. റെയ്ഡ് നടത്തുമ്പം അതായത് ബാംഗ്ലൂരാണ് നടത്തുന്നത്, അവിടുത്തെ പോലീസുകാരെ അറിയിച്ച് അവരെയും കൂടെ കൂട്ടി വേണം റെയ്ഡ് നടത്താൻ എന്നുള്ളതാണ്. ഇവിടെ ആ പോലീസുകാരെ ഇവരെ അറിയിച്ചിട്ടില്ല. ഇവർക്കപ്പം എന്തോ ഇവിടുത്തെ ഇൻകം ടാക്സുകാർക്ക് ഒരു അഹങ്കാരം കൂടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവരിവിടെ പോലീസിന്റെ സഹായം ഇല്ലാതെ അവർ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനസികമായിട്ട് അറസ്റ്റ് ഉണ്ടാവും, ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്ത് നടക്കുന്ന ഇൻകം ടാക്സുകാരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഇന്നത്തെ ന്യൂസ്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതല്ല. പക്ഷെ ഇവരുടെ ഈ അഹങ്കാരത്തിന് ഇപ്പൊ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാരണം റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ചേട്ടൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കർണാടക പോലീസ്. ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ വേറെ ചാനലിൽ പറഞ്ഞൊരു ന്യൂസ് ആട്ടെ. ഞാൻ കണ്ട ചാനലുകളിലെയാണ് ഞാൻ ഇടുന്നത്, അല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഈ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ബ്രാഹ്മണ ശാപം ഏറ്റെടുക്കരുത് എന്ന് പണ്ട് പറയാം. അപ്പോഴൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വിചാരിക്കുന്നത് ഈ ബ്രാഹ്മണന്മാർ വലിയ ജാതിയായതുകൊണ്ട് ചുമ്മാ അവരെ പുകഴ്ത്താൻ വേണ്ടി പറയുന്ന തോന്നുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മരക്ഷസാകും. ഹിന്ദുക്കളുടെ വിശ്വാസമാണ് കേട്ടോ പറഞ്ഞത്, ബ്രഹ്മരക്ഷസാകും. അതുപോലെ ബ്രാഹ്മണനായിട്ടുള്ള ആൾക്കാരാണ് പണ്ടിങ്ങനെ വീടുകൾ ഭിക്ഷാന്തേരിയായിട്ട് ഇങ്ങനെ അങ്ങനത്തെ കുറെ പുരാണമൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ വരും. അപ്പം ഒരാൾ പോലും ഇല്ലെന്ന് പറയല്ല, വീട്ടിൽ അവർ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരമാണേലും ആഹാരം തേടി വരുന്ന ബ്രാഹ്മണന് കൊടുക്കും. കാരണം ബ്രാഹ്മണ ശാപം ഏറ്റെടുക്കില്ല. അങ്ങനത്തെ ഒത്തിരി ഉപകഥകളൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ കിടപ്പുണ്ട്. അങ്ങനെ ബ്രാഹ്മണ ശാപം ഏറ്റെടുക്കില്ല എന്നാ പറയുന്നത്. ഇതിൻ്റെ അകത്ത് റോയിയുടെ കഥ പറയുന്നതിനകത്ത് ഒരു നമ്പൂരി ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഹരിപ്പാട് അദ്ദേഹം ഒരു നമ്പൂരി, ഇവര് കൊല്ലത്തുള്ള ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ കൂടെ ഈ നമ്പൂരിയും ഈ റോയി എന്ന് പറയുന്ന ആളും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തു തുടങ്ങിയാണ്. അപ്പോൾ ആ ഫെർണാണ്ടസിന്റെ പോക്ക് അധപതനത്തിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ അടിച്ചു മാറ്റി എന്ന് പറയുന്നു. അടിച്ചു മാറ്റി ഇവർ രണ്ടുപേരോട് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നു, ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ആ നമ്പൂരിയും റോയിയും കൂടെ. എന്നിട്ട് ആ റോയി ലാസ്റ്റ് ആ നമ്പൂരിയെ പറ്റിച്ച് പുള്ളി സ്വന്തമായിട്ട് പോകുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഏതൊക്കെയോ കേസിലോ അവിടെ എവിടെയൊക്കെ പെട്ട് അധപ്പതിച്ചു. അങ്ങനെ ഒരു ബ്രാഹ്മണ ശാപം ഇതിൻ്റെ അകത്ത് കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. 2000-ന്റെ തുടക്കത്തിൽ ബംഗളൂരു നഗരത്തിൽ കൊല്ലത്തുകാരനായ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളി ഉണ്ടായിരുന്നു. ഫെർണാണ്ടസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നല്ല മിടുമിടുക്കരായ 2 ജോലിക്കാരെ ഫെർണാണ്ടസ് നിയോഗിച്ചു. അതിലൊരാൾ CJ റോയി, മറ്റൊരാൾ ഒരു നമ്പൂതിരി. ഫെർണാണ്ടസിന്റെ പോക്ക് ശരിയല്ല എന്ന് റോയിയും നമ്പൂതിരിയും പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഫെർണാണ്ടസ് അടപടലം വീഴുമെന്ന് കണക്കുകൂട്ടിയ റോയിയും നമ്പൂതിരിയും ചേർന്ന് പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നൊരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചു. ഫെർണാണ്ടസിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേര് ഫേൺഹിൽ പൊളിയുന്നു എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് എടുത്തു ചാടി. എന്നാൽ അല്പസ്വല്പമൊക്കെ കയ്യിൽ കരുതി എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് റോയിയും നമ്പൂതിരിയും ചേർന്നുള്ള പൊതു ബിസിനസ്. എന്നാൽ ഇതിനിടയിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഇരുവർക്കിടയിലുമുണ്ടായി. അത് നമ്പൂതിരിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്പൂതിരി അത്രമേൽ CJ റോയിയെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചതി തൻ്റെ കുടുംബത്തോട് തന്നെ ചെയ്തപ്പോൾ നമ്പൂതിരിയുടെ ഹൃദയം തകർന്നു. തുടർന്ന് CJ റോയും നമ്പൂതിരിയും തമ്മിൽ പിരിയുന്നു. പിന്നീടാണ് CJ റോയ് മറ്റു ചിലരുടെ നിക്ഷേപങ്ങൾ വാങ്ങി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. എന്നാൽ മറുവശത്ത് നമ്പൂതിരിയും റോയും തമ്മിൽ അപ്പോൾ കടുത്ത ശത്രുതയിൽ. നമ്പൂതിരിയെ തകർക്കുമെന്ന് റോയ് ശപഥം ചെയ്തു. വർഷങ്ങൾക്കൊടുവിൽ നമ്പൂതിരിയുടെ സാമ്രാജ്യം തകർന്നു വീഴുന്നതും ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിവാദങ്ങളിൽ അകപ്പെടുന്നതും നിയമക്കുരുക്കിൽപ്പെട്ട് നമ്പൂതിരി അടക്കം അഴിക്കുള്ളിലേക്ക് പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ആദ്യം ഫെർണാണ്ടസിനൊപ്പം, പിന്നീട് നമ്പൂതിരിക്കൊപ്പം പണിപടിച്ച CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന തന്റെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനവുമായി 2006-ൽ കളത്തിലിറങ്ങി. മാധ്യമങ്ങളിലൂടെ നൽകുന്ന വലിയ പരസ്യങ്ങൾ തന്നെയായിരുന്നു റോയിയുടെ ഏറ്റവും വലിയ കൈമുതൽ.
എന്നാൽ അതിനു മുൻപ് റോയി സാഹസികമായി ചെയ്തു വെച്ച ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അപ്പോൾ ഗുണകരമായി. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ നമ്മൾ കാണുന്നതിന് സമാനമായിരുന്നു അതുവരെ CJ റോയിയുടെ ജീവിതം. സർജാപൂരിൽ അദ്ദേഹം 350 ഏക്കർ വാങ്ങിയ കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ആ സ്ഥലം അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് നീണ്ട എഗ്രിമെൻ്റ് എന്ന ഒരൊറ്റ ലോക്കിൽ. നിരവധി പ്രാദേശിക ഭൂവുടമകളിൽ നിന്ന് വലിയൊരു എഗ്രിമെൻ്റ് കുരുക്കിലൂടെ അദ്ദേഹം ഭൂമി സ്വന്തമാക്കി. പിന്നീട് നിരവധി പ്രശ്നങ്ങൾ ഈ ഭൂവുടമകളും CJ റോയിയുമായി അവിടെ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം. സർജാപൂരിലെ ഭൂമിയിടപാടുകൾ വിജയത്തിലായതോടെ CJ റോയി ബംഗളൂരു നഗരത്തിൽ കിടന്ന് പിന്നെ CJ റോയി എന്ന വ്യക്തി ഗുരുവായൂരാണ്, കേരളത്തിൽ ഗുരുവായൂരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ ബാംഗ്ലൂർ ബേക്കറി നടത്തിയിരുന്ന സാധാരണ ഒരു മനുഷ്യനായിട്ടിരുന്നു. പക്ഷെ ദുരഭിമാനിയാണ്. ചെറുപ്പകാലത്ത് ഒരു ഷോറൂമിൽ ഒരു കാറ് കാണാൻ വേണ്ടി കയറിയപ്പോൾ സ്കൂൾ ബാഗും എടുത്ത് കയറിയപ്പം സെയിൽസ്മാൻ ആട്ടി വിട്ടതാണ്. അന്ന് തുടങ്ങിയതാണ് കാറ്. ഞാൻ 7 ദിവസം 7 കാറ്, ഒരാഴ്ചയിൽ 7 ദിവസത്തെ 7 കാർ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ മേടിച്ചു. റോൾസ് റോയ്സ് തന്നെ 11 എണ്ണം കണ്ടുണ്ട്. 36ാമത്തെ വയസ്സിൽ വിമാനം സ്വന്തമാക്കി. ദുബായിലെ ഏറ്റവും സമ്പന്നര് താമസിക്കുന്നിടത്ത് ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ നമുക്ക് ഈ ഒരു പ്രായം കൊണ്ട് നമുക്ക് സങ്കല്പിക്കുന്നതിന്, ഒരു മനുഷ്യനെ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു വളർച്ചയാണ് കാണിച്ചത്. നേരായ മാർഗത്തിലൂടെ എന്നേ നമുക്കറിയത്തുള്ളൂ. ഇപ്പൊ ഇവരാണ് ഇങ്ങനെ ഇത് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഓർക്കാം, ഈ ഇൻകം ടാക്സ് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടി, സിസ്റ്റത്തിന്റെ പ്രശ്നമായെന്നൊക്കെ പറയുമ്പോഴും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഇവിടെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ തന്നെ ഒരു വ്യവസായ പ്രമുഖനാണ്, ചാരിറ്റി ചെയ്യാറുണ്ട്. അതിലെല്ലാം ഉപരി സ്വന്തം കിഡ്നി ഒരാൾക്ക് ദാനം ചെയ്തിട്ടുണ്ട്, അത് ഓർക്കണം. അതേപോലെ അവിടെ റെയ്ഡും അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല. CJ റോയി എന്ന് പറയുമ്പോൾ ഈ സിനിമാക്കാരുമായിട്ട് ചെന്ന് പെട്ടതും, ആ ദുബായി വെച്ച സിനിമ, ആ ഒരു സിനിമ റോഷൻ ആൻഡ്രൂസിന്റെ ആ സിനിമയൊക്കെ അടിച്ച് പൊളിച്ച് പൈസ കളഞ്ഞെടുത്തിട്ടുള്ള ഒരു മോഹൻലാൽ ഫിലിമും എല്ലാം ഉണ്ടല്ലോ. സിനിമാക്കാരുമായിട്ടുള്ള ഒരു അടുപ്പം വളരെ കൂടിപ്പോയിട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. ഇവർ ചോദിക്കുന്ന കണക്ക് കാണിച്ച് ചുമ്മാ ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അല്ലാതെ തന്നെ മുന്നോട്ട് ഒരടി വെക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുമെന്നൊരു ആപ്തവാക്യം കിടപ്പുണ്ട്. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വയം കുഞ്ഞു ബുദ്ധിയിൽ ആലോചിച്ച് നോക്കി, വലിയ സ്വാധീനങ്ങളും ആരെയും വിലയ്ക്ക് വാങ്ങാനും ഒക്കെയുള്ള വലിയൊരു മനുഷ്യൻ ചുമ്മാ ജസ്റ്റ് ഒരു IT റെയ്ഡ് അല്ലെ പിഴ കിട്ടിയാൽ പോരെ. എത്രയാണോ അവർ ഇൻകം ടാക്സ് പറയുന്നത് അത്രയും പിഴ കിട്ടിയാൽ പോരെ, അടയ്ക്കുന്ന തുക കിട്ടിയാൽ പോരെ. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥ, ഒരു സ്റ്റെപ്പ് പോലും ഇനി അഭിമാനത്തിന് ക്ഷതം തട്ടാതെ വെക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോഴും ആയിരിക്കാം അത് ചെയ്ത്. അല്ലാതെ ഇൻകം ടാക്സുകാർ വെടിവെച്ചു കൊല്ലുമെന്നൊക്കെ അതെങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന എനിക്ക് അതിൽ അത്ര വലിയ വിശ്വാസമില്ല കേട്ടോ. അതെങ്ങനെയാ അങ്ങനെ? അത് വെറും വിഡ്ഢിത്തരമല്ലേ ഈ പറയുന്നത്? അങ്ങനെയാ തോന്നുന്നത്. അതല്ലേ പിന്നെ അവര് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം വേണം. അല്ല അവര് വെറും ഉദ്യോഗസ്ഥര് മാത്രമല്ലേ, ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥര്, ആരാണോ മേലുദ്യോഗസ്ഥര് പറയുന്ന അനുസരിച്ച് അവർ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അല്ല വ്യക്തിപരമായിട്ട് കാണില്ല. പക്ഷെ റേഡിയോനൊക്കെ പൊതുവെ പോയാൽ മാനസികമായിട്ട് തളർത്തി ഷൈൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. കാരണം വലിയവന്മാരെ ഒന്ന് പന്ത് തട്ടാൻ കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും ഇതേപോലെ പുള്ളി ഉപയോഗിക്കുന്ന ഒരു കാറേ നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പുള്ളി ഉപയോഗിക്കുന്ന ഒരു കാറേ നടക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മുന്നിൽ കിട്ടുമ്പോൾ ഇവരൊരു പൂച്ചയ്ക്ക് വിളയാട്ടം എലിക്ക് പ്രാണവേദന എന്ന് പറയുന്ന ആ ഒരു രീതി ചെയ്യും. ഇവരെയൊക്കെ കൈ കിട്ടും. അവരുടെ ആ പവർ ഉപയോഗിച്ച് അവരുടെ ആ കസേരയുടെ ബലം അവർ കാണിക്കും. അതുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും പുള്ളിക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഇത് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അല്ലാതെ ഇവർ വെടിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടത് ഓർക്കുന്നില്ലേ? ആ ഇന്റർവ്യൂവിൽ പുള്ളി CJ റോയി അദ്ദേഹം ലാസ്റ്റ് പറയുന്നത്, ഇനിയൊരു വിമാനം ക്രാഷ് ഉണ്ടായാലും ഞാൻ ചിരിച്ചോണ്ട് മരണത്തിലേക്ക് പോവുകയുള്ളൂ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊന്നുമില്ല. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ആഗ്രഹങ്ങളൊന്നും അവശേഷിക്കുന്നില്ല, എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രായത്തിനിടെ സാധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. അത് ദുബായ് ബേസ്ഡ് ഏതൊരു മാധ്യമ പ്രവർത്തകന്റെ ഇതിലാണ് വന്നത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്ന ആ ഇന്റർവ്യൂ അത്
അത് എടുത്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാതെ എപ്പോഴും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എപ്പോഴാണ് ഇടുന്നത്. അവസാനം അവരത് പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം റോയി അവരെ വിളിച്ച് പറഞ്ഞത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, പ്രൈവറ്റ് ആക്കി വെക്കണം ആ വീഡിയോ. അതിന്റെ കാര്യം എന്താ വെച്ചാൽ എനിക്കിവിടെ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും കുഴപ്പമില്ല, അത് പോസ്റ്റ് ചെയ്തോ എന്നും പറയുന്നുണ്ട്. അതിന്റെ കാര്യം മറു സൈഡിൽ നമ്മൾ അറിഞ്ഞത് ആ റെയ്ഡ് നടക്കുന്നതിന് സ്റ്റേ വാങ്ങിയായിരുന്നു. ആ സ്റ്റേ 2026 വരെ എങ്ങാണ്ട് സ്റ്റേ നീണ്ടിട്ടുണ്ട്. 2-3 വർഷമായി ഇവർ ഇതിന്റെ പുറകെ നടക്കുന്നത്, ആദായ നികുതിക്കാര്. അപ്പം ആ റെയ്ഡ് സ്റ്റേ കഴിയുന്നതിന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവര് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മത്സര ബുദ്ധി അപ്പുറം ഇപ്പുറം നടക്കുന്നുണ്ട്. പുള്ളി സ്റ്റേ വാങ്ങുന്നു, ഇവരുടെ റെയ്ഡിനെതിരെ പുള്ളി സ്റ്റേ വാങ്ങുന്നു, റെയ്ഡ് കഴിഞ്ഞ് സ്റ്റേ അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഇവർ റെയ്ഡിന് പോകുന്നു, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ ആ ഇന്റർവ്യൂ നിർത്തിവെക്കണം എന്നും പറയുന്നുണ്ടായിരുന്നു, പിന്നീട് പോസ്റ്റ് ചെയ്തോളാനും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പം എവിടേക്കോ ഒരു ദുരൂഹത കിടന്ന് കളിക്കുന്നുണ്ട്. അല്ലാതെ ജഗദീഷ് സിനിമ പറയുന്ന പോലെ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ വെറുതെ ആദായ നികുതിക്കാരൻ ചെയ്യുന്ന വെടിവെച്ചു എന്ന് നമ്മൾ പറയുന്ന കാര്യമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.